RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വേൾഡ് കപ്പ് റൗണ്ട് ഓഫ് 32ലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഏതാനും മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ആദ്യ റൗണ്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ റൗണ്ട് ഓഫ് 32ൽ കയറുന്ന 6 ഗ്രൂപ്പുകളിലെ ഏതൊക്കെ ടീമുകളാണ് ഗ്രൂപ്പിൽ നിന്ന് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത്, അതേപോലെ തന്നെ ആ ഗ്രൂപ്പുകളിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും റൗണ്ട് ഓഫ് 32 തീപ്പാറെന്നുള്ള കാര്യം സംശയമില്ല. അമ്മാതിരി പിക്ചേഴ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അവസാനത്തെ ഇന്നിപ്പോ പുലർച്ചെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഉള്ള റിസൾട്ട് കൂടി വന്നിട്ട് ഇതിന്റെ രണ്ടാം ഭാഗം നമുക്ക് ചെയ്യാം. അപ്പൊ ബാക്കിയുള്ള ആറ് ഗ്രൂപ്പുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പൊ ആദ്യ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക ആൻഡ് സൗത്ത് കൊറിയ ആൻഡ് ചെക്ക് റിപ്പബ്ലിക്, ഇങ്ങനെ 4 ടീമുകൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ആദ്യ ഗ്രൂപ്പിൽ. അതിൽ മെക്സിക്കോ 3 മത്സരങ്ങളിൽ നിന്ന് 3 കളിയും ആധികാരികമായി വിജയിച്ച് 9 പോയിന്റുമായിട്ടാണ് അവര് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് അവർ അടുത്ത റൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്ക നോക്കിക്കഴിഞ്ഞാൽ 3 കളിയിൽ 1 മത്സരം വിജയിച്ചു, 1 മത്സരം സമനില, 1 മത്സരം തോറ്റു. അങ്ങനെ 4 പോയിന്റുമായിട്ട് അവർ രണ്ടാം സ്ഥാനക്കാരായിട്ട് ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായിട്ട് കയറിയിട്ടുണ്ട്. സൗത്ത് കൊറിയ ആണെങ്കിൽ 3 മത്സരം കമ്പ്ലീറ്റ് ചെയ്തപ്പോൾ 1 വിജയവും 2 തോൽവിയും. സൗത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം നെട്ടിക്കുന്നത് വിചാരിച്ചാണ്, പക്ഷെ അവർക്ക് കാലഡറി അങ്ങനെ 3 പോയിന്റുമായിട്ട് ഇപ്പോഴും കയറിയോ ഇല്ലയോ എന്ന് തേർഡ് പൊസിഷനിലായിട്ട് കയറിയോ ഇല്ലയോ എന്ന് ഒരു ഡൗട്ട് തന്നെ നിൽക്കുന്നു. 4ാം സ്ഥാനത്ത് ചെക്ക് റിപ്പബ്ലിക്കാണ്. അവർ കളിച്ച 3 മത്സരങ്ങളിൽ നിന്ന് ആ ഒരു സമനില നേടി 2 തോൽവി അടക്കം ഒരൊറ്റ പോയിന്റുമായിട്ട് അങ്ങനെ അവര് ചെക്ക് റിപ്പബ്ലിക് ഈ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഒരു കാര്യമുണ്ട് ഉപ്പച്ചി, ഈ ഗ്രൂപ്പുകളിൽ എത്ര ടീം കയറും എന്നൊക്കെ ചില ആൾക്കാർ കൺഫ്യൂഷൻ ആയിട്ട് അതൊന്ന് വ്യക്തമാക്കി തരുമോ? അതെ, ഇപ്പോഴും കുറെ പേർക്ക് ഡൗട്ടാണ് ഗ്രൂപ്പുകളിൽ നിന്ന് എത്ര ടീം കയറുന്നത്. അപ്പൊ നമ്മൾ ഈ 12 ഇപ്രാവശ്യം വേൾഡ് കപ്പ് 48 ടീമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിൽ 12 ഗ്രൂപ്പുകളാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 2 സ്ഥാനക്കാരെ നേരിട്ട് യോഗ്യത നേടും. അതിനുശേഷമുള്ള ബാക്കി 12 ഗ്രൂപ്പുകളിൽ നിന്നും ഓരോ ടീമുകളും 3ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കും. 3ാം സ്ഥാനത്തുള്ള ഏറ്റവും ടോപ്പ് 8 ടീമുകൾക്ക് അടുത്ത റൗണ്ടിലേക്ക് റൗണ്ട് ഓഫ് 32, അങ്ങനെ 24 പ്ലസ് 8 അങ്ങനെ 32 ടീമുകളാണ് റൗണ്ട് ഓഫ് 32 മത്സരിക്കാൻ പോകുന്നത്. അപ്പോ ഈ ഒരു ഗ്രൂപ്പിൽ മെക്സിക്കോ നോക്കുകയാണെങ്കിൽ മെക്സിക്കോന്റെ ആധിപത്യം തന്നെ പറയാൻ പറ്റും. അവരാണ് നടത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതും അഡ്വാൻറ്റേജും എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക, സൗത്ത് കൊറിയ, ശക്തരായ സൗത്ത് കൊറിയയൊക്കെ പരാജയപ്പെടുത്തിയിട്ട് അവർ 9 പോയിന്റ്. അപ്പോ എ ഗ്രൂപ്പിൽ നിന്ന് മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയാണ് ചാമ്പ്യന്മാരായിട്ട്. അവർ രണ്ടുപേരും 1-2 സ്ഥാനക്കാരായിട്ട് അടുത്ത റൗണ്ടിലേക്ക് വന്നു. അപ്പൊ ഇവർക്ക് എതിരാളികൾ ആരാണ് റൗണ്ട് ഓഫ് 32ല്? സൗത്ത് ആഫ്രിക്ക എതിരാളിയായിട്ട് ശക്തരായ കാനഡയാണ്. പിന്നെ മെക്സിക്കോന്റെ എതിരാളി ഇതുവരെ തീർപ്പായിട്ടില്ല. നമ്മൾ റൊട്ടേഷനും തേർഡ് പ്ലേസ് റാങ്കിങ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇനി മെക്സിക്കോന്റെ ഇതറിയാം. അതെ, കാനഡ നോക്കുകയാണെങ്കിൽ 2ാമത്തെ ഗ്രൂപ്പിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവർക്ക് 2ാം സ്ഥാനക്കാരായിട്ട് 4 പോയിന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ കനഡ വിസസ് സൗത്ത് ആഫ്രിക്ക ഒരു കിടിലം മത്സരമായിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. ഇനി മെക്സിക്കോന്റെ എതിരാളികൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാം. അത് നമുക്ക് 2ാം ഭാഗത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഗ്രൂപ്പ് ബി നോക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡ്, കാനഡ, ബോസ്നിയ ആൻഡ് ഖത്തർ എന്ന 4 ടീമുകളാണ്. ഈ ഗ്രൂപ്പിൽ 3 ടീമുകൾ ക്വാളിഫൈ ആയിട്ടുണ്ട്. ഇപ്പോ റൗണ്ട് ഓഫ് 32ലേക്ക് അത് എന്താ പറഞ്ഞാലും 3ാം സ്ഥാനക്കാരായിട്ട് ബോസ്നിയ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ബോസ്നിയക്കും കാനഡയ്ക്കും 4 പോയിന്റ് ആയത് കാരണമാണ് ഇപ്പോൾ ബോസ്നിയ ക്വാളിഫൈ ആയത്. ഇവര് കളിച്ചത് 4 പേര് 3 മത്സരം കളിച്ചപ്പോൾ 2 മത്സരം സ്വിറ്റ്സർലാൻഡ് ജയിച്ചു, പിന്നെ 1 മത്സരം സമനില. കാനഡ 1 മത്സരം വിജയിച്ചു, 1 മത്സരം സമനില, പിന്നെ 1 മത്സരം തോൽവി അടഞ്ഞു. ബോസ്നിയ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ 1 മത്സരം വിജയം, 1 മത്സരം തോൽവി, 1 മത്സരം. ഈ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്തോഷിക്കുന്ന ഗ്രൂപ്പാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്തോഷിക്കും. അതിനെന്താ കാരണം അറിയാം? ഇന്ത്യക്കാരെ സന്തോഷിക്കാനുള്ള കാരണം, ഇന്ത്യക്കാര് സന്തോഷിക്കാൻ കാരണം ഖത്താർ എന്ന ഒരു രാജ്യം പുറത്തായിരിക്കുകയാണ്. എന്താ പറഞ്ഞാൽ ഇന്ത്യ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ മത്സരത്തിൽ ഔട്ട് കിക്കുന്ന ആ പോയ ബോളിനെ എടുത്തുകൊണ്ടുവന്നിട്ട് ഖത്തർ വേൾഡ് കപ്പിൽ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗോളിലാണ് അവർ യോഗ്യത നേടി വേൾഡ് കപ്പിലേക്ക് അവരുടെ ചരിത്രം തുടങ്ങിയത്. പക്ഷെ അവര് 1 പോയിന്റ് മാത്രം കിട്ടിയിട്ട്, 1 സമനില മാത്രം വഴങ്ങിയിട്ട് അവര് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഇന്ത്യൻ ഫാൻസ്. എന്താണെന്ന് പറഞ്ഞാൽ അതൊക്കെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അത് അത്രയും ക്ലിയർ ആയിട്ട് ബോൾ എത്രയോ ഇപ്പൊ ലൈനിലേക്കാണ് പറഞ്ഞാൽ ചെറിയ ഇതുണ്ടോ, അത് കറക്റ്റ് ആയിട്ട് പോയി ലൈൻ റഫറിയും കാണുന്നില്ല, വാറും ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. അങ്ങനെ വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് കളിക്കാവുന്ന ഒരു ചാൻസ് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ അത് നിർഭാഗ്യവശാൽ തട്ടിക്കളഞ്ഞ അവരെ തന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഒരുപാട് ഇന്ത്യൻ ഫാൻസുകാർ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു ഗ്രൂപ്പിൽ ഖത്തർ പുറത്തായപ്പോ ഭയങ്കര ആഹ്ലാദ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഗ്രൂപ്പിൽ പോയിന്റ്സ് നോക്കളെ, സ്വിറ്റ്സർലാൻഡ് 7 പോയിന്റ്, കാനഡയും ബോസ്നിയ 4 പോയിന്റ്, ഖത്തറിന് 1 പോയിന്റ് മാത്രം കിട്ടിയത്. അതിലാണ് എല്ലാവരും ഇപ്പൊ സന്തോഷിച്ച് തിളങ്ങി നിൽക്കുന്നത്. അതെ, അപ്പൊ സ്വിറ്റ്സർലാൻഡ് നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ വന്നൊരു ടീമാണ്. സ്വിറ്റ്സർലാൻഡ് ഇത്രയും നെട്ടിക്കുന്ന വിചാരിച്ചില്ല. പക്ഷെ അവര് കാനഡയെ മറികടന്നിട്ട് ആ ഒരു മാച്ചിൽ കാനഡയെ പഞ്ഞി കിട്ടിയിട്ടാണ് അവര് അടുത്ത റൗണ്ടിലേക്ക് ടോപ്പിലായി. കാനഡയും സ്വിറ്റ്സർലാൻഡുള്ള മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡ് ജയിച്ചുകൊണ്ടാണ് അവര് ടോപ്പിലേക്ക് വന്നത്. എന്താ പറഞ്ഞാല് അങ്ങനെ ആ ഒരു ഗ്രൂപ്പിൽ കഴിഞ്ഞു. ഇനി അടുത്ത ഇപ്പോഴത്തേക്ക് സ്വിറ്റ്സർലാൻഡിന് ഓപ്പണൻസ് ശരിയായിട്ടില്ല. പക്ഷെ ബോസ്നിയക്ക് USA ആണ് ഓപ്പണൻസ്. പിന്നെ കാനഡയ്ക്ക് നോക്കുകയാണെങ്കിൽ നമ്മള് സൗത്ത് ആഫ്രിക്ക എന്ന 3 ടീമുകൾക്കും
ഒരു ടീമിൽ ഇതുവരെ ആയിട്ടുള്ള ബാക്കി 2 ടീമുകൾക്കും കൺഫേം ആയിട്ടുണ്ട്. അതെ. അപ്പൊ നമുക്ക് അടുത്ത ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഏകദേശം മരണ ഗ്രൂപ്പ് എന്ന് കൽപ്പിച്ച ഒരു ഗ്രൂപ്പാണ് സി ഗ്രൂപ്പ്. ബ്രസീൽ, മൊറോക്കോ, സ്കോട്ട്ലാൻഡ്, ഹേത്തി. അതിൽ ബ്രസീൽ 3 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 7 പോയിന്റ്, 2 വിജയവും ഒരു സമനിലയടക്കം 7 പോയിന്റ്. മൊറോക്കോ ആണെങ്കിൽ അതേ പോയിന്റ്, 3 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 2 വിജയവും ഒരു സമനിലയായിട്ട് 7 പോയിന്റ്. സ്കോട്ട്ലാൻഡ് ആണെങ്കിൽ 3 മത്സരങ്ങളിൽ നിന്ന് 1 വിജയവും 2 തോൽവി അടക്കം 3 പോയിന്റ് നേടിയിട്ടുണ്ട്. ഹേത്തി ആണെങ്കിൽ 3 മത്സരങ്ങളെല്ലാം പരാജയപ്പെട്ട് അവര് നാട്ടിലേക്ക് മടങ്ങിയിരിക്കണം. ഈ ഗ്രൂപ്പിൽ എനിക്ക് ഫിഫയോട് ഒരു എതിർപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിൽ ചെല്ലിട്ടാണ്. ഈ ഒരു ഗ്രൂപ്പിൽ മത്സരിക്കാൻ പോകുന്ന അടുത്ത ഗ്രൗണ്ടിലേക്ക് പോകുന്നത് ബ്രസീൽ ആരെയും നേരിടുന്ന അറിയും, ജപ്പാൻ, ശക്തരായ ജപ്പാൻ, ഏഷ്യൻ ശക്തരായ ജപ്പാനെ നേരിടാൻ പോകുന്നത്. അതേപോലെ മൊറോക്കോ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ ഈ വേൾഡ് കപ്പിൽ എടുക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള നെതർലാൻഡ് നേരിടാൻ പോകുന്നത്. അപ്പൊ നെതർലാൻഡ്, മൊറോക്കോയും, ബ്രസീല്, നെതർലാൻഡ്, മൊറോക്കോ ഇവരൊക്കെ ടോപ്പ് 10 ഗ്രൂപ്പുകളിൽ റാങ്കിങ്ങിലുള്ള രാജ്യങ്ങളാണ്. എന്താന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഈ ഒരു ലോട്ട് വന്നത് ഒരു പിടിയില്ല. എന്താ പറഞ്ഞാൽ ഇവര് ഏതെങ്കിലുമൊക്കെ ഒരു ടീം പുറത്താവും ഈ ഫസ്റ്റ്. എന്താ പറഞ്ഞാൽ ഇപ്പോഴാണ് റൗണ്ട് ഓഫ് 32 എന്ന് പറഞ്ഞാലാണ് വേൾഡ് കപ്പ് സ്റ്റാർട്ട് ശരിക്കും പോകുന്നത്. അപ്പൊ തന്നെ തീപ്പാറിയ പോരാട്ടങ്ങളാണ്. എന്താ പറഞ്ഞാൽ നോക്കൌട്ട് റൗണ്ടുകളാണ്. ഇപ്പൊ മൊറോക്കോയും മൊറോക്കോയും നെതർലാൻഡും എന്തായാലും അടുത്ത ഒരു സെമി ഫൈനലോ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലോ ഒക്കെ കാണേണ്ട ടീമുകളാണ്. അവരിലെ ഒരു ടീമാണ് ഇപ്പൊ റൗണ്ട് ഓഫ് 32 തന്നെ പുറത്താവാൻ പോകുന്നത്. റൗണ്ട് ഓഫ് 32 സെമി ഉണ്ട്. അപ്പൊ ഒരുപാട് ഇതിനു മുമ്പ് എങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഫിക്ചറിനെ കുറിച്ച് എനിക്കൊരു പിടിയില്ല. അതിലിപ്പോ 3 ടീമുകൾ, ഇപ്പൊ ജപ്പാനും ബ്രസീലും, അതിലും ഒരു ടീം പുറത്താവും. അപ്പോ ഈ ഗ്രൂപ്പിൽ നിന്ന് നെട്ടിച്ചെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മത്സരം തന്നെയായിരുന്നു ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. എല്ലാവരും പ്രതീക്ഷ പോലെ ഒരു ഗംഭീര മത്സരം വിചാരിച്ചു. പക്ഷെ അത് സമനിലയിൽ കലാശിച്ചു 1-1. പിന്നെ അതിനുശേഷം മൊറോക്കോയും സ്കോട്ട്ലാൻഡും അതേപോലെ തന്നെ ബ്രസീലിന്റെ തിരിച്ചുവരാണ് പിന്നെ കണ്ടത്. 2 മത്സരങ്ങളിലും നല്ല ഗോൾ സ്കോർ ചെയ്ത് അവർ ഹേത്തിക്കെതിരെ അതേപോലെ സ്കോട്ട്ലാൻഡിന് നല്ല വിജയം നേടി. പക്ഷെ ഹേത്തി ആരോടും വിജയിക്കാതെ അവർ പരിപോകുന്നില്ല, അത് വേൾഡ് കപ്പിൽ നിന്ന് മടങ്ങി. സ്കോട്ട്ലാൻഡ് മൊറോക്കോ ആയിട്ടുള്ള മത്സരത്തില് അവസാനം ഹേത്തി മൊറോക്കോ മത്സരം ഗംഭീരമായിരുന്നു. 4-2 വിജയം നേടിയത്. അത് തീപ്പാറിയ പോരാട്ടമായിരുന്നു. അങ്ങനെ ബ്രസീൽ ആൻഡ് മൊറോക്കോ ആ ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ നേടിയിരിക്കുകയാണ്. തേർഡ് പ്ലേസ് സ്കോട്ട്ലാൻഡ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അടുത്ത ഗ്രൂപ്പായ ഗ്രൂപ്പ് ഡിയിലേക്ക് നോക്കുകയാണെങ്കിൽ USA, ഓസ്ട്രേലിയ ആൻഡ് പരുഗ്വായ്, തുർക്കി എന്ന 4 ടീമുകളാണ്. ഈ ടീമുകളിൽ 3 ടീമുകൾ പിന്നെയും ക്വാളിഫൈ ആയിട്ടുണ്ട്. ഇതിൽ USA, ഓസ്ട്രേലിയ ആൻഡ് പരുഗ്വായ് ആണ്. ഇവര് കളിച്ച 3 മത്സരത്തില് USAക്ക് 2 വിജയം ആൻഡ് 1 തോൽവി, ഓസ്ട്രേലിയക്ക് 1 വിജയം 1 തോൽവി 1 സമനില. ഇതേപോലെ തന്നെ പരുഗ്വായും. പിന്നെ തുർക്കിക്ക് നോക്കുകയാണെങ്കിൽ ആകെ ഒറ്റ വിജയം പിന്നെ 2 തോൽവികൾ അറിഞ്ഞിട്ടാണ് വേൾഡ് കപ്പിൽ ഏറ്റവും എന്താ പറയാ ഫാഷനേറ്റ് ആയിട്ടും ഏറ്റവും എന്താണ് അടിപൊളിയായിട്ട് വേൾഡ് കപ്പിലേക്ക് വന്നത്. അവരുടെ നാട്ടിൽ നിന്ന് അത്രയും വലിയൊരു വരവേൽപ്പ് കൊടുത്തിട്ടാണ് വേൾഡ് കപ്പിന് വന്നത്. പക്ഷെ തുടക്കം 2 മത്സരങ്ങളിൽ നിന്ന് അവർ പരാജയപ്പെട്ടു. പക്ഷെ അവസാന മത്സരത്തിൽ USA പഞ്ഞി കിട്ടിയിട്ടാണ് അവർ ഇവിടുന്ന് തുർക്കി പോയത്. പക്ഷെ എനിക്ക് തോന്നുന്നു തുർക്കി 2ാം സ്ഥാനത്തോടു കൂടിയിട്ട് ഈ ഗ്രൂപ്പിൽ വരുന്ന പ്രതീക്ഷിച്ചാണ് അമേരിക്കയ്ക്ക് താഴെ. പക്ഷെ ഓസ്ട്രിയയും പറുഗ്വയും വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നത്. അവര് ബെസ്റ്റ് ഓഫ് 3 ആയിട്ടാണ് ഈ പറുഗ്വ. 2 പേർക്ക് പറുഗ്വയ്ക്കും ഓസ്ട്രേലിയക്കും ഏകദേശം 2 സെയിം പോയിന്റ് ആയിരുന്നു. അത് കാരണം ഗോൾ ശരാശരിയിൽ -2 പരാഗ്വ കിടക്കുന്നത്. അങ്ങനെ 3ാം സ്ഥാനക്കാരായിട്ട് അവർ അടുത്ത വേൾഡ് കപ്പിന്റെ അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ പരുഗ്വയ്ക്ക് ഓപ്പണൻസ് നോക്കുകയാണെങ്കിൽ ജർമ്മനിയാണ്. പിന്നെ ഓസ്ട്രേലിയക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓപ്പണൻസ് ഈജിപ്ത് ആണ്. പിന്നെ USAക്ക് നോക്കുകയാണെങ്കിൽ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന ഈ 3 ടീമുകൾക്കും കൺഫേം ആയിരിക്കാണ് ഇവര് അടുത്ത റൗണ്ടിൽ ആർക്ക് കളിക്കാൻ പോകുന്നത്. അപ്പോ ഈ 3 മത്സരം ഒരാളാവിന് പരുഗ്വായിന്റെ മത്സരം മാത്രം കുറച്ച് വൺ സൈഡ് ആയിരുന്ന പോലെ തോന്നുന്നത് ജർമ്മനിയാണ് ആൾക്കാര്. പക്ഷേ അവസാനത്തെ മത്സരം കണ്ടില്ല, ഐവറി കോസ്റ്റ് ജർമ്മനിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഒന്നും പറയാൻ പറ്റില്ല, നോക്കൌട്ട് റൗണ്ടുകളാണ് എന്ന് സംഭവിക്കുക. പരാഗ്വ എന്ന് പറഞ്ഞാല് ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരാണ്, അട്ടിമറികൾക്ക് ചാൻസ് ഉള്ളതാണ്. അപ്പൊ എന്തായാലും നമുക്ക് അത് കാത്തിരുന്ന് കാണാം ആ ഗ്രൂപ്പിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. അടുത്ത ഈ ഗ്രൂപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിലാണ് ഏറ്റവും ടോപ്പ് ജർമ്മനി, ഐവറി കോസ്റ്റ്, ഇക്വഡോർ, കൊറസാവോ. ഇതിൽ ജർമ്മനിയും ആദ്യ 3 മത്സരങ്ങൾ കളിച്ചപ്പോൾ 2 മത്സരങ്ങൾ വിജയിച്ചു, 1 മത്സരത്തിൽ പരാജയപ്പെട്ടു. 6 പോയിന്റുമായിട്ട് അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാണ്. ഐവറി കോസ്റ്റ് ആണെങ്കിൽ 3 മത്സരങ്ങളിൽ 2 വിജയിച്ചു, 1 പരാജയപ്പെട്ടു, 6 പോയിന്റുമായിട്ട് അവർ. ഇതിൽ ഏറ്റവും കറുത്ത കുതിര എന്ന് പറഞ്ഞാൽ ഇക്വഡോർ ആണ്. ഇക്വഡോർ 3 മത്സരങ്ങളിൽ നിന്ന് 1 സമനിലയും 1 വിജയവും 1 തോൽവിയുടെ 4 പോയിന്റുമായിട്ട് 3ാം സ്ഥാനക്കാരായിട്ട് ഇക്വഡോർ കയറിയിരിക്കണം. ഏത് മത്സരം കണ്ടപ്പോഴും ആർക്കും ഒന്നുമില്ല. പക്ഷെ ഇക്വഡോറിന്റെ അവസാനത്തെ മത്സരം കണ്ടപ്പോ എല്ലാരും അങ്ങോട്ട് ഞെട്ടിപ്പോയി. അത് ഇനിയിപ്പോ ആരും ഇക്വഡോർ എതിരാളികൾ ആവരുത് എന്നുള്ള ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ഇക്വഡോർ അങ്ങനെ എന്താ പറഞ്ഞാല് ഈ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വേൾഡ് കപ്പിലേക്ക് വന്ന അവർ ആകെ 8 ഗോളുകളാണ് ക്വാളിഫയറിൽ മൊത്തം അവർ വഴങ്ങിയിട്ടുള്ളൂ. അത്രയും നല്ല ഡിഫൻസ് ആണ് അവരുടെ കളിക്കുന്നത്. അതേപോലെ തന്നെ ശക്തമായ ഒരു പോരാട്ട വീര്യമുള്ള ടീമാണ്, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇക്വഡോർ എന്ന ടീം അവസാന മത്സരം കഴിഞ്ഞപ്പോൾ അവര് യോഗ്യത നേടിയെന്ന് അറിഞ്ഞപ്പോ
അവര് എല്ലാം പ്ലേയേഴ്സ് താഴെ കിടന്ന് അവര് വേൾഡ് കപ്പ് നേടിയ പോലെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞാല് ഒരിക്കലും കിട്ടില്ല. എന്താ പറയുക, ജർമ്മനിയാണ് ഓപ്പണന്റ്. ജർമ്മനിക്കെതിരെ ജയിച്ചാൽ മാത്രം അവർക്ക് അടുത്ത ക്വാളിഫൈ കിട്ടുള്ളൂ എന്ന് അറിയാത്ത റൗണ്ടിലേക്ക്. അപ്പോ മരണ കളിയായിരുന്നു. ജർമ്മനി 2-1 പരാജയപ്പെടുത്തിയത്. അതിൽ തന്നെ ആദ്യ ഗോൾ ജർമ്മനി അടിക്കുന്നത് അത് ഫൗളിലൂടെയാണ്. അപ്പൊ തന്നെ അവരുടെ കളിയുടെ ട്രാക്ക് മാറ്റി. എന്താ പറഞ്ഞാൽ ആ ഒരു ഹെഡ് ഇഞ്ചുറിക്കുള്ള ഒരു ഇതിലാണ്. പക്ഷെ അത് ഒരു കാർഡോ അല്ലെങ്കിൽ ഒരു ഫൗള് വരെ ചെക്ക് ചെയ്തില്ല. പിന്നെ അതിനുശേഷം ഒരു പെനാൽറ്റി കൂടി കിട്ടുന്നത്. പക്ഷെ അത് അതിന് മുമ്പുള്ള ഫൗൾ കിട്ടിയതുകൊണ്ട് അത് കഴിച്ചില്ലായി. അതിനുശേഷം ഇക്വഡോറിന്റെ ഗംഭീര തിരിച്ചുവരവ്. ഇക്വഡോറിന് വിജയിക്കണം, അതിൽ കുറഞ്ഞതൊന്നും വേണ്ട എന്നുള്ളതിലാണ്. ആകെ ജർമ്മനിയുടെ കളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജർമ്മനി തിരിച്ചു വന്നതൊക്കെ പറഞ്ഞ് ഫസ്റ്റുള്ള കുറസാവായിട്ടുള്ള മത്സരത്തിൽ ജർമ്മനി കുറസാവെ പഞ്ഞു കിട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ജർമ്മനി തിരിച്ചു വന്നു. പക്ഷെ ഐവറി കോസ്റ്റിന്റെ അടുത്തും അതേപോലെ തന്നെ ഐവറി കോസ്റ്റിന്റെ അടുത്ത് രക്ഷപ്പെട്ടു തന്നെ പറയാം. ആദ്യം ലീഡ് ചെയ്ത് നിന്നാണ് അവസാനം ഒരു ഗോളിന് ലീഡ് ചെയ്ത് നിന്നിട്ട് ഐവറി കോസ്റ്റ് സെക്കൻഡ് ഹാഫിലാണ് അവര് തിരിച്ച് 2 ഗോൾ അടിക്കുന്നത്. അങ്ങനെ 2-1 പരാജയപ്പെടുന്നത്. എന്തായാലും ഐവറി കോസ്റ്റും ശക്തരായ ടീമുകൾ തന്നെയാണ്. അപ്പോൾ ജർമ്മനിക്ക് പരാജയമാണ്, ലാറ്റിൻ അമേരിക്കൻ ശക്തികളായ പരാജയമാണ് എതിരാളികൾ. അപ്പോ ഒരു അട്ടിമറിക്കുള്ള ചാൻസ് ഉണ്ട് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അതേപോലെ ഐവറി കോസ്റ്റിന് നമ്മുടെ ഹാലണ്ടിന്റെ നോർവേയാണ് എതിരാളി. നോർവേ അവസാന മത്സരത്തിൽ ഫ്രാൻസിനെതിരെ 4-1 പരാജയപ്പെട്ടു. പക്ഷെ അവർ സ്റ്റാർട്ടിംഗ് ലെവലിൽ 10ഓളം പ്ലേയേഴ്സിനെ ഇറക്കാതെ, ഹാലണ്ട് അടക്കം ഉൾപ്പെടെയുള്ള പ്ലേയേഴ്സിനെ ഇറക്കാതെ അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് പരീക്ഷിച്ച് നോക്കിയതാണ്. അതുകൊണ്ടാണെന്നും അല്ലെങ്കിൽ ഫ്രാൻസിനെതിരെയൊക്കെ കിടലം കളി കളിക്കേണ്ട ഇതാണ്. എന്താ പറഞ്ഞാൽ ഫ്രാൻസിന്റെ കളി നമുക്കറിയാലോ. ഫ്രാൻസിന് കിട്ടിക്കഴിഞ്ഞാൽ ഫ്രാൻസ് വന്നിട്ട് അങ്ങോട്ട് അടിച്ച് നിരത്തായിരുന്നു. പക്ഷെ അതിനെ തടയണമെങ്കിൽ ഹാളണ്ടിന്റെ ഫുൾ ടീം ഇറങ്ങണമായിരുന്നു. പക്ഷെ അവര് നോർവേ ഫുൾ ടീം ഇറങ്ങേണ്ടതില്ല. അപ്പൊ അതാണ് ആ ഗ്രൂപ്പിൽ ഇക്വഡോറിന്റെ കാര്യം തീരുമാനമായിട്ടില്ല. എന്താ പറഞ്ഞാൽ ഇത് പൊസിഷനിൽ മാറ്റങ്ങൾ വരുമ്പോൾ ഏത് ടീമായിരിക്കും കളികളെന്ന് നമുക്ക് കണ്ടറിയാം. അടുത്ത ഗ്രൂപ്പ് എഫ് ആൻഡ് ഈ ഭാഗത്തിൽ ഈ ഒന്നാം ഭാഗത്തിൽ അവസാനമായിട്ടുള്ള ഗ്രൂപ്പ് നെതർലാൻഡ്, ജപ്പാൻ, സ്വീഡൻ, ട്യൂണീഷ്യ എന്ന 4 ടീമുകളാണ്. ഇപ്പൊ ഇവര് 3 മത്സരം കളിച്ചതിൽ നെതർലാൻഡ് 2 മത്സരം വിജയിച്ചു, 1 മത്സരം സമനില. അതേപോലെ ജപ്പാൻ 1 മത്സരം വിജയിച്ച് 2 മത്സരം സമനില. സ്വീഡൻ നോക്കുകയാണെങ്കിൽ 1-1-1 എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും 1, വിജയത്തിൽ 1, സമനില 1, തോൽവികളിൽ 1. പിന്നെ ഇവര് പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ നെതർലാൻഡ് 7 പോയിന്റ്, ജപ്പാൻ 5 പോയിന്റ്, സ്വീഡന് 4 പോയിന്റ്, പിന്നെ ട്യൂണീഷ്യക്ക് ഇതുവരെ 1 പോയിന്റ് തന്നെ കഴിഞ്ഞിട്ടില്ല. അത് ഇതില് നെതർലാൻഡ് നമ്മൾ ഈ ഗ്രൂപ്പിൽ നെട്ടിക്കെന്ന് വിചാരിച്ചു. അവർ അതേപോലെ തന്നെ ആദ്യ മത്സരം ജപ്പാനായിട്ട് സമനിലയിൽ കുടുങ്ങി. അതോടുകൂടിയിട്ട് ഈ ഗ്രൂപ്പിൽ എന്തായിരിക്കും എന്നുള്ള കളി ആ ഒരു ഇതിലായിരുന്നു. പക്ഷെ അവര് സ്വീഡനെയും ട്യൂണീഷ്യയും പരാജയപ്പെടുത്തി 7 പോയിന്റ് സ്വന്തമാക്കി. ജപ്പാൻ അതേപോലെ തന്നെ ഇവർ രണ്ടുപേരെയും പരാജയപ്പെടുത്തിയിട്ട് അതേപോലെ 5 പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. അവര് ഒരു വിജയവും 2 സമനില അടക്കം 5 പോയിന്റ് ആയിട്ട് ജപ്പാൻ തൊട്ടുപുറകിൽ തന്നെ ഉണ്ട്. സ്വീഡൻ ആണെങ്കിൽ 3 മത്സരങ്ങളിൽ നിന്ന് 1 സമനില, 1 വിജയം, 1 തോൽവി അടക്കം 4 പോയിന്റുമായിട്ട് അവർ 3ാം സ്ഥാനക്കാരല്ല. ബെസ്റ്റ് ഓഫ് 8 ഉണ്ടല്ലോ, അതില് 3rd പ്ലേസിനുള്ള അവരായിട്ടാണ് 3ാം സ്ഥാനക്കാരായിട്ടാണ് വരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവര് 3 പേരും ക്വാളിഫൈ ആയിട്ടുണ്ട്. പിന്നെ നെതർലാൻഡ് ഓപ്പണന്റ് മൊറോക്കോ ആണ്, ജപ്പാന്റെ ഓപ്പണന്റ് ബ്രസീലാണ്, പിന്നെ സ്വീഡന്റെ ഓപ്പണന്റ് ശക്തരായ ഫ്രാൻസ് ആണ്. ഈ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവർക്കും ഭയങ്കര പണിയിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ നെതർലാൻഡിന് ജപ്പാന്, അതേപോലെ തന്നെ നെതർലാൻഡിന് മൊറോക്കോ, അതേപോലെ തന്നെ ജപ്പാന് ബ്രസീൽ, അതേപോലെ തന്നെ സ്വീഡന് നമ്മുടെ എന്താ പറയാ ഈ ഗ്രൂപ്പ്, എന്താ പറയാ എഫ് ഗ്രൂപ്പ് അൺലക്കിയസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. നല്ലൊരു മരണ ഗ്രൂപ്പ് നല്ലൊരു മത്സരം കാണാം, അത് വേറെ കാര്യമാണ്. 32 തന്നെ ഒന്ന് ആലോചിക്കണം. അപ്പൊ ഈ സ്വീഡനും ജപ്പാനും നെതർലാൻഡും ബ്രസീലും നമ്മുടെ ഫ്രാൻസും ഏതെങ്കിലും ഒരു ടീം പുറത്തു പോകുന്ന ആലോചിക്കണം. അതാണ് വലിയത്. അപ്പോ നമുക്ക് ഇനിയിപ്പോ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരാൻ കിടക്കണം. ഇനിയുള്ള ഗ്രൂപ്പുകളിലേക്കാണ് ഇപ്പോ ബെൽജിയത്തിന്റെ, അതേപോലെ തന്നെ അർജന്റീനയുടെ, പോർച്ചുഗലിന്റെ, അങ്ങനെയുള്ള ഒരുപാട് ടീമുകളുണ്ട്. ഇംഗ്ലണ്ടിന്റെ ഒക്കെ വിധി നിർണ്ണയിക്കാൻ പോകുമ്പോൾ അത് ഇന്നിപ്പോ നമ്മൾ വീഡിയോ രാത്രിയാണ് ചെയ്യുന്നത്. നാളെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ കളികളൊക്കെ അവസാനിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും നാളത്തെ 2ാം ഭാഗത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അടുത്ത 6 ഗ്രൂപ്പുകളെ കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരൊക്കെയാണ് അടുത്ത ഗ്രൂപ്പിൽ റൗണ്ട് ഓഫ് 32 കഴിഞ്ഞ് 16ലേക്ക് കയറാമെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫാൻസ് ആരാണ്, ബ്രസീലോ അർജന്റീനോ, അത് ആരായിക്കോട്ടെ, അവർ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 3000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയതാണ്. അപ്പൊ അതിന് എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി 1000 നന്ദി. ഈ സപ്പോർട്ട് ഇനിയും തുടർന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.